എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മുത്തമണികൾക്കെല്ലാം സുഖമല്ലേ? ഇങ്ങനെ പോകുന്നു. ഇവിടെയും എല്ലാം ബെറ്ററാണ്. കാര്യങ്ങളൊക്കെ അണ്ടർ കൺട്രോളാണ് കേട്ടോ. വീട്ടിലാർക്കും അസുഖമൊന്നും ഇല്ല, ദൈവം സഹായിച്ച് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് പാസ്റ്റിൽ, പ്രസൻറ്റിൽ, ഇനി ഫ്യൂച്ചറിൽ എന്തായിരിക്കും ഫീലിങ്സ് എസ്പെഷ്യലി കേട്ടോ. ആദ്യം നിങ്ങൾ കണ്ടുമുട്ടിയ സമയത്ത് അല്ലെങ്കിൽ അതിന് മുന്നേ അവർക്ക് നിങ്ങളോട് എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ഭാവിയിൽ എങ്ങനെയായിരിക്കും, അങ്ങനെ ഓക്കെ. ഒന്ന് നോക്കിയാൽ ഇതുവരെ നമ്മളങ്ങനെ നോക്കിയിട്ടില്ല അല്ലേ? അതൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക. ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, വേറൊന്നുമില്ല, റീഡിങ്ങിലേക്ക് പോവാം. ഇതിൻ്റെ കാര്യം മറന്നിട്ടില്ല കേട്ടോ. അസുഖമായതുകൊണ്ടാണ് വോയിസ് തീരെ പോയി കിടക്കായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റാതിരുന്നത്. ഞാനൊരു ഡേറ്റ് പറയാം. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ആവട്ടെ കേട്ടോ. നെക്സ്റ്റ് വീക്ക് പ്രോബബ്ലി ട്യൂസ്ഡേ. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെപ്പറ്റി അവരിപ്പോൾ ചിന്തിക്കുകയാണ്. ആ വ്യക്തിക്ക് പാസ്റ്റിൽ എൻ്റെ വ്യൂവേഴ്സിനോടുണ്ടായിരുന്ന ഫീലിങ്സ് എന്തായിരുന്നു, അവർ തമ്മിൽ കാണുന്ന സമയത്ത് ഇവരോടുള്ള ഇഷ്ടം തുറന്ന് പറയുന്നതിന് മുന്നേ അവരുടെ മനസ്സിൽ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഉണ്ടായിരുന്ന ഫീലിങ്സ് എന്തായിരുന്നു. എൻ്റെ വ്യൂവേഴ്സിനോടുള്ള എൻ്റെ അവരുടെ പേഴ്സൻ്റെ ഫീലിങ്സ് പാസ്റ്റിൽ എന്തായിരുന്നു എന്ന് കാണിച്ചു തരും. ഹെർമിറ്റാണ് താഴെ വീണത്. ലവേഴ്സ്, സീരിയസ്ലി. സൺ, 3 ഓഫ് പെൻറ്റക്കിൾസ് ആയിക്കോട്ടെ. ഏസ് ഓഫ് കപ്സ് ആകുമ്പോ രണ്ടെണ്ണം വന്നേ. ടെമ്പറൻസ്, വീൽ, നൈറ്റ് ഓഫ് സ്വാർഡ്സ്, ഡെത്ത്, റിബർത്ത്, 2 ഓഫ് കപ്സ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് പാസ്റ്റിലായാലും പ്രസൻറ്റിലായാലും ഇനി അങ്ങോട്ടായാലും എനിക്ക് തോന്നുന്നു ലവ് തന്നെയാണ്. നിങ്ങളെ ആദ്യമായി കണ്ട സമയം മുതൽ നിങ്ങളെ കാണുന്ന സമയത്തുണ്ടല്ലോ, ഇവർ പൊതുവെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ കണ്ട സമയത്ത്, നിങ്ങൾ ആദ്യമായിട്ട് കണ്ട സമയത്തുണ്ടല്ലോ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴായാലും പിന്നീടായാലും ഭാവിയിലായാലും എനിക്ക് തോന്നുന്നു അവരുടെ ബേസിക് ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് സ്നേഹം തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് തമ്മിൽ കാണുന്ന സമയത്ത്, പരിചയപ്പെട്ട സമയത്തൊക്കെ ഇവർ പൊതുവെ ലോൺലി ആയിട്ട് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എപ്പോഴും ഇങ്ങനെ ചിന്തയിൽ മുഴുകി ഒറ്റയ്ക്ക് ഒരു ലോണറായിട്ട്, ഇൻട്രോവേർട്ട്, അവനവനോട് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അവർക്ക് നേരെ തിരിച്ചാണ് തോന്നിയത്. നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളിങ്ങനെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അങ്ങനെയാണ് നിങ്ങളെ അവർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കില്ലേ, ഇത്ര ആ പോസിറ്റിവിറ്റി അവരിലേക്ക് ജനറേറ്റ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തുടങ്ങിയ ഒരു അട്രാക്ഷനാണ്, ഒരു സ്നേഹമാണ് നിങ്ങളോട്. നിങ്ങളെ കുറേ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ നാച്ചുറലി നമുക്ക് ഒരു അട്രാക്ഷൻ, സ്നേഹം തോന്നിപ്പോവും. അങ്ങനെ തോന്നിയ സ്നേഹമാണ് നിങ്ങളോട് കേട്ടോ. അവിടെ പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ, ഒന്നുകിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, രണ്ടുപേരും തന്നെ സെപ്പറേറ്റ്ലി മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളോട് ആ സ്നേഹം തോന്നിയത്. ഓക്കെ, ഒരുപാട് സ്നേഹം, വെറുതെ ഒരു സ്നേഹമല്ല, ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റും അല്ല. ഓക്കെ, ഗ്രാജുവലി ഉണ്ടായ സ്നേഹമാണ് കേട്ടോ. നിങ്ങളെന്ന വ്യക്തിയെ അവർ മനസ്സിലാക്കി വന്നപ്പോൾ നിങ്ങൾ എത്ര ബാലൻസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു എടുത്തുചാട്ടവും ഇല്ല, ഒരു എജിറ്റേഷനും ഇല്ല. ഇങ്ങനെ വളരെ കാമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. പലരുടെ ലൈഫിൽ ഇഷ്യൂസ് ഉണ്ട്, അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടായിരിക്കും, ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരിക്കും, പരസ്പരം കാര്യങ്ങൾ അറിയായിരിക്കും.
അപ്പോൾ അവർക്ക് അത്ഭുതം തോന്നാറുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഇത്ര ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നത്, ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അങ്ങനെ തോന്നിയ ഒരു ആരാധന അത് ഭയങ്കരമായ സ്നേഹമായിട്ട് മാറി എന്നാണ് കാണുന്നത്. ഇപ്പോൾ പിന്നീട് അവർ ചിന്തിച്ചു തുടങ്ങി ഈ ഒരു റിലേഷൻ അവരിൽ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. നിങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് പല ട്രാൻസ്ഫോർമേഷൻസ്, മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. എടുത്തു ചാടുന്ന സ്വഭാവമായിരുന്നെങ്കിൽ അവരെ ഒന്ന് കാമാക്കാനും ഇരുന്ന് ചിന്തിപ്പിക്കാനും എല്ലാം നിങ്ങൾക്ക് സാധിച്ചു എന്നാണ്. ഓക്കെ, പിന്നീട് അവർക്ക് തോന്നുന്നത് നിങ്ങളിലേക്ക് അതിതീവ്രമായൊരു ആകർഷണം, എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണം, നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വേണം, ഒരു ഇമോഷണൽ കണക്റ്റഡ് ആവണം എന്ന് അവർക്ക് വളരെയധികം തോന്നിത്തുടങ്ങി കേട്ടോ. എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും, അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും എന്ത് തന്നെ ആയാലും അതെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് എത്തണം, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്നാണ് അവർക്ക് തോന്നിത്തുടങ്ങിയത്. ഓക്കെ, നിങ്ങളോട് വന്ന് പറയാമെന്ന് തന്നെ അവർ തീരുമാനിച്ചു. അത് വന്ന് കണ്ട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണം. കുടുംബമുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല. പലർക്കും അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. ഇത് പാരൻസ് ആയാലും ശരിയല്ല, സ്പൗസ് ആയാലും ശരി, അവരെ മറന്നുകൊണ്ടല്ല ഇവർ ആ റിലേഷനിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടെങ്കിലും അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ റിലേഷൻ അവർ ആഗ്രഹിക്കുന്നത്. ഒരു ഇമോഷണൽ കണക്ഷനാണ് അവർ നിങ്ങളുടെ അടുത്ത് ആഗ്രഹിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങളെ കാണാതിരിക്കുമ്പോൾ വല്ലാത്ത മിസ്സിങ് എനർജിയായി, അങ്ങനെ ഒരു സിറ്റുവേഷനായി, അവർക്ക് കാണാതിരിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനിൽ കൂടി അവർ കടന്നുപോയി തുടങ്ങിയതായിട്ട് ഗ്രാജുവലിയാണ് അതിലേക്ക് എത്തിയത് കേട്ടോ. പക്ഷേ ഈ കുടുംബം, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊക്കെ ഓർത്ത് അവരവരുടെ സ്നേഹത്തിനെ കൺട്രോൾ ചെയ്യുകയും ഒരു പാസീവായിട്ട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ, ചിലപ്പോൾ വളരെ എന്താ പറയുക, നിങ്ങൾക്ക് തോന്നും വളരെയധികം സ്നേഹമുണ്ടെന്ന്, ചില സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ആവുന്ന രീതിയിൽ ഇവർ പെരുമാറിയിട്ടുണ്ടായിരിക്കും ഫ്യൂച്ചർ, പാസ്റ്റിൽ കേട്ടോ. ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജി, സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ഒരു ആക്ഷൻ എടുക്കാതിരിക്കുക എന്നുള്ളത്. നോക്കുന്നുണ്ടായിരിക്കും, സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഓപ്പണപ്പ് ചെയ്തൊന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതി. ഓക്കെ, നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ സ്നേഹം, പക്ഷെ തുറന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ഇവർക്ക് ഉറക്കമില്ല, സ്ട്രെസ്സാണ് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് നല്ലപോലെ തന്നെ മനസ്സിലായിട്ടുമുണ്ട്. ഓക്കെ, വല്ലാത്ത ജഗ്ലിങ് സിറ്റുവേഷനിൽ കൂടി അവർ കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡായിട്ട് അവർ പെരുമാറാറുണ്ടായിരിക്കും. ഇന്ന് കാണുമ്പോൾ ചിരിച്ച് സംസാരിക്കും, നാളെ കാണുമ്പോൾ തിരിഞ്ഞു നിൽക്കും എന്നുള്ളൊരവസ്ഥ. എന്നാൽ നിങ്ങൾക്ക് തോന്നാറുണ്ട്, നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന ദിവസം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യുന്ന ദിവസം അവർ മാനസികമായിട്ട് വല്ലാതെ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്നത് പോലെ. നിങ്ങളോട് സംസാരിക്കുന്ന ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും, പക്ഷേ നിങ്ങൾ സംസാരിക്കാത്ത ദിവസം അവർ എന്താ പറയുക, വല്ലാത്ത ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന പോലെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും പ്രീവിയസ്ലി കേട്ടോ. പാസ്റ്റിലത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഗ്രാജുവലി നിങ്ങളുടെ അടുത്ത് വന്ന് റെഗുലറായിട്ട് സംസാരിച്ച് തുടങ്ങുകയും ചെയ്ത് കാണും. നിങ്ങൾ പരസ്പരം നമ്പർ കൈമാറിയിട്ടുണ്ടായിരിക്കും. ചാറ്റിംഗ് വഴി കൂടുതലായിട്ട് കണക്റ്റ് ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചിട്ടുണ്ടായിരിക്കും എന്നും കാണുന്നു. പാസ്റ്റിലത്തെ കാര്യമാണ് കേട്ടോ. ആ സംസാരിച്ച് വന്നപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ റിയലൈസേഷൻ ഉണ്ടായി. എന്താണ് റിയലൈസേഷൻ ഉണ്ടായത്? നിങ്ങൾ പരസ്പരം ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നുള്ള റിയലൈസേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായി എന്നാണ് കാണുന്നത്. ഓക്കെ, അത് ഇന്നും ഒറ്റ ദിവസത്തിൽ സംഭവിച്ച കാര്യമല്ല. അത് നിങ്ങൾ കുറേ സമയമെടുത്ത് പരസ്പരം ഫ്രണ്ട്സായി, പരസ്പരം തുറന്ന് സംസാരിച്ച്, പരസ്പരം ഒരു ആരാധന തോന്നി, അവിടെ നിന്ന് കണക്ഷനായി, ഒരു സംസാരിച്ച് കാണും കുറേ നാൾ. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഭയങ്കരമായൊരു കണക്ഷൻ, പരസ്പരം ഇമോഷണൽ കണക്ഷൻ പരസ്പരം ഫീൽ ചെയ്തു എന്നാണ് കാണുന്നത് കേട്ടോ. ഇതായിരുന്നു പാസ്റ്റിൽ അവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന ഫീലിംഗ്. ഓക്കെ, ഇനി ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് മിക്സ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്, കാരണം കുറേ ആൾക്കാരുടെ എനർജി കണക്റ്റ് ആവുന്നതല്ലേ. കൂടുതലായിട്ടും എന്താണോ കാണുന്നത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണായിട്ടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ്, എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്
എൻ്റെ വ്യൂവേഴ്സിനോടുള്ള അവരുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ്, കറൻറ്റ് ഓണസ്റ്റ് ട്രൂ ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എന്താണ്, അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള എൻ്റെ വ്യൂവേഴ്സിനോടുള്ള ഫീലിങ്സ് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരൂ പ്ലീസ്. എടുക്കാണ് കേട്ടോ. 4 of Wands, excellent. Knight of Wands, Queen of Cups, 2 of Cups, excellent. Page of Pentacles, Page of Swords. നിങ്ങളെക്കാൾ എക്സൈറ്റ്മെൻറ്റ് എനിക്കാണോ വട്ട്. Queen of Pentacles, King of Pentacles, excellent. ഇതിൽ കൂടുതൽ എന്ത് വേണം? 3 of Cups, Hermit, ശരി. Strength, Hierophant, Wheel of Fortune, clarify Hierophant, clarify Hierophant, clarify Hierophant, clarify Hierophant. ഓക്കെ. 10 of Cups, ശരി. നിങ്ങൾക്കൊരു പ്രപ്പോസൽ, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് എല്ലാമാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതൊരു വിവാഹത്തിലേക്ക് എത്തിക്കണം എന്ന് അവർ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അല്ല, നിങ്ങളുടെ അടുത്ത് അവർ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ല, ആ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലായിരുന്നു ഇത്രയും കാലം എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആവാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങളോട് സ്നേഹം പറയാം, ഒരു പ്രപ്പോസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഒരു സ്പീഡി ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കണം. ഇനി ഡിലേ ആക്കുന്നില്ല, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം എന്നുള്ള ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ. വളരെയധികം ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞു അവർ എന്ന് കാണുന്നു കേട്ടോ. വളരെ സ്ട്രോങ് കണക്ഷനാണ് കാണുന്നത്. അവർ മാത്രമല്ല നിങ്ങളും, കാരണം 2 of Cupsൻ്റെ എനർജിയാണ് അവിടെ. നിങ്ങളെന്നും കാണണം, സംസാരിക്കണം, അതൊരു പരസ്പര സ്നേഹമാണ്, മ്യൂച്വൽ ലവാണ് എന്നുള്ള റിയലൈസേഷൻ അവർക്ക് വന്നിരിക്കുന്നു കേട്ടോ. നിങ്ങളുമായിട്ട് എന്നും സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്നത് വെള്ളം കൂടുതലായിട്ട് ഉള്ള സ്ഥലത്തായിരിക്കുമേ, കായൽ, കടൽ അങ്ങനെയൊക്കെ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കാം ഒരു പക്ഷേ നിങ്ങളിൽ കുറേ പേരെങ്കിലും താമസിക്കുന്നത് കേട്ടോ. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോൾ ഈ എന്താ പറയുക, കായൽ, കടലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോണ്ടല്ലോ നിങ്ങളുടെ പേഴ്സണെ ഓർമ്മ വരും എന്ന്. കൂടുതലായിട്ട് ഈ വെള്ളം കാണുമ്പോൾ നിങ്ങൾക്ക്, വാട്ടർ ബോഡീസ് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ ഓർമ്മ വരാറുണ്ട് എന്ന്. ഓക്കെ. പേജ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് പേജ് ഓഫ് സ്വാർഡ്സ് രണ്ടും തന്നെ അവർക്ക് നിങ്ങളെ അവർ വളരെ നന്നായി ഒബ്സർവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് ആവട്ടെ, അല്ലാതെ ഇരിക്കുമ്പോഴും നിങ്ങൾ നേരിട്ട് കാണുമ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നിങ്ങളുടെ പേഴ്സൺ അവിടെ ഇവിടെ നിന്ന് നിങ്ങളെ ശ്രദ്ധിക്കുന്നത്. ഓക്കെ. നിങ്ങൾ ആരോട് സംസാരിക്കുന്നു, എന്തു ചെയ്യുന്നു, നിങ്ങളുടെ വേറെ വേർഡ്സ് എന്താണ്, എല്ലാ കാര്യങ്ങളും ഇവർ മാറി നിന്ന് ശ്രദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇവർ ശ്രദ്ധിക്കുന്നതായിട്ട് ഉണ്ട്. ഓക്കെ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെ ആക്റ്റീവാണോ അവിടെയൊക്കെ ഇവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പിക്ചേഴ്സ് ചോദിക്കേണ്ടാവും. നിങ്ങൾ തമ്മിൽ ചാറ്റിങ്ങും ഉണ്ടായിരിക്കും കേട്ടോ, ചാറ്റ് ചെയ്യാറുണ്ടായിരിക്കുമെന്ന്. ഫോൺ മെസ്സേജ്, കോള് അങ്ങനെ എല്ലാം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നും കാണുന്നു. നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുമായിരിക്കാം കേട്ടോ, ഒരുമിച്ച് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവരും എല്ലാം ആയിരിക്കാം. പിന്നെ അവരുടെ മനസ്സിൽ നിങ്ങളെ ഓൾറെഡി അവരുടെ പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള സ്ഥാനത്താണ് നിങ്ങളും അതെ അവരും അതെ. പരസ്പരം ആ ഒരു പാർട്ട്ണറുടെ സ്ഥാനം തന്നെയാണ് നിങ്ങളെ അവർ സ്നേഹിക്കുന്ന ആ റെസ്പെക്റ്റോടുകൂടിയുള്ള പ്രണയമായിട്ടാണ് എനിക്കവിടെ കണക്റ്റ് ആവുന്നത് കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള പ്രണയം, മനസ്സിലായോ? അതായത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നിങ്ങൾ അവരെയും പ്രൊട്ടക്റ്റ് ചെയ്യണം, പരസ്പരം സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എല്ലാ രീതിയിലും എന്നുള്ള ആ ഒരു ഫീലിങ്ങോടുകൂടിയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. ഇവരുടെ സുഹൃത്തുക്കളിൽ, വളരെ അടുത്ത സുഹൃത്തുക്കളിൽ കുറേ പേരെടുത്തെങ്കിൽ ഇവർ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഓക്കെ. നിങ്ങൾ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് എന്നും അവർ കരുതാറുണ്ട് കേട്ടോ. ഇവർ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ് ആയിരിക്കാം, അവരുടെ അടുത്തൊക്കെ നിങ്ങളുടെ കാര്യം എങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെ കാണാതിരിക്കുന്ന സമയത്ത് അവർക്ക് വല്ലാത്തൊരു വിഷമമാണ്, ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് പോലെയൊക്കെയാണ്. മറ്റാരോടും അവർക്ക് ഹൃദയം തുറക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ അടുത്താണ് അൾട്ടിമേറ്റ്ലി അവരെല്ലാ കാര്യങ്ങളും
ഡിസ്കസ് ചെയ്യുന്നതും തീരുമാനങ്ങൾ എടുക്കും മുന്നേ നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. അവരുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ വിളിച്ച് പറയുന്നുണ്ടാവും കേട്ടോ. ക്ഷമയോടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരറ്റം എത്തിക്കണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അവരുടെ ഫാമിലിയിലേക്ക് നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യണം, ലോങ് ടേം നിങ്ങളുമായിട്ട് ഒരു ജീവിതം ഉണ്ടാകണം, ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്കായിട്ട് തരണം എന്നും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അവരുടെ കുടുംബത്തിലേക്ക് നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യണം, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് ഒരു പാർട്ട്ണർ ആയിട്ട്, വൈഫായിട്ട്, ഹസ്ബൻഡായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. സൊസൈറ്റി അറിഞ്ഞുകൊണ്ട് വിവാഹം ചെയ്ത് ഒന്നിച്ചു കൂട്ടണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. നല്ല കാലം ഉടനെ തന്നെ വരും എന്നും അവർ വിശ്വസിക്കുന്നതായിട്ട് കാണുന്നു. പലർക്കും ഒക്ടോബർ മാസത്തിനകം ഈ പറഞ്ഞ പ്രപ്പോസൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഇനി വെയിറ്റ് ചെയ്യുന്നില്ല എന്നാണ്. ഒക്ടോബർ മാസത്തിനകം എന്നാണ് ഞാൻ പറഞ്ഞത്. നാളെ ആവാം, ഒക്ടോബർ മാസത്തിനകം ആ ഒരു ടൈം ഫ്രെയിം എടുത്തിട്ടായിരിക്കാം. ഓക്കെ, കുറേയധികം സ്പിരിച്വലായിട്ടും നിങ്ങളുടെ പേഴ്സൺ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അമ്പലം, പള്ളി അങ്ങനെയൊക്കെ റെഗുലർലി വിസിറ്റ് ചെയ്യുന്നുണ്ടാവും, വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവും, നാമജപം. അതേപോലെ നിങ്ങൾ മറ്റ് റിലീജിയനിലുള്ളവരാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ബൈബിൾ വായിക്കുക, ഖുറാൻ വായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കാരണം എന്ത് തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പിരിച്വലി ഇൻക്ലൈൻഡായിട്ട് ഇരിക്കുന്നതായിട്ടും കാണുന്നു. നിങ്ങളിൽ രണ്ടിൽ ഒരാൾ കുറേയധികം ടാരോ റീഡിങ്സ് കാണുന്നതായിട്ടും കാണുന്നുണ്ട്. ടാരോയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നു. അത് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം, സ്വിച്ച് കോഡ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, വേറെന്താണ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു ടാരോ റീഡർ തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്. കാരണം അത്രയധികം ടാരോയുടെ ഇൻഫ്ലുവൻസ് ലൈഫിൽ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ പ്രതി ഈയിടെയായിട്ട് അവർക്ക് വല്ലാത്ത പൊസസീവ്നെസ്സും തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾ വേറെ ആരോടെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ അവിടെ ഇവിടെ നിന്ന് ഇവർ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒബ്സർവ് ചെയ്യുന്നവിടെ നിങ്ങൾ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ അങ്ങനെ ഒരു ഇതാണ്, എന്തിനു സംസാരിക്കുന്നു, എന്നോട് മാത്രം സംസാരിച്ചാൽ മതി, ഐ ആം ദ മാൻ, ഐ ആം ദ വുമൻ എന്ന് പറഞ്ഞ പോലെ ഒരു ഫീലിംഗ്. നിങ്ങളുമായിട്ടൊരു റൊമാൻറ്റിക് ബിഗിനിങ് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെയും അവരവരുടെ റൊമാൻസ്, മനസ്സിലുള്ള സ്നേഹം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു ഐ ലവ് യു പറയാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പും അവർ നടത്തി കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ഒരടുത്ത ഘട്ടത്തിലേക്ക്, ഒരു വിവാഹത്തിലേക്ക് എത്തിക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു കേട്ടോ. ഒരു പുതിയ തുടക്കം വീണ്ടും നല്ല രീതിയിൽ, എല്ലാ രീതിയിലും അവരുടെ വീട്ടുകാരറിഞ്ഞുകൊണ്ട്, നാട്ടുകാരറിഞ്ഞുകൊണ്ട് നിങ്ങളെ കൈപിടിച്ച് കുടുംബത്തിലേക്ക് കയറ്റണം എന്ന് തന്നെയാണ്. നല്ലൊരു ബാലൻസിൽ, ഈവൻ സ്പിരിച്വലി നിങ്ങൾ നല്ലതായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻ ഒരു പെർഫെക്റ്റ് ബാലൻസിൽ നല്ല രീതിയിൽ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെ അവർ കരുതുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. 2 കാർഡ് കൂടെ എടുക്കാം. നിങ്ങളെ പ്രതി അവർ ഫിസിക്കലിയും അട്രാക്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. തീർച്ചയായും ഒരു പാർട്ട്ണറായിട്ട് കാണുമ്പോൾ അവിടെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിരിക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. വളരെ സ്ട്രോങ് ആയിട്ട് ഫിസിക്കലി അട്രാക്റ്റഡ് ആണ് എന്നും കാണുന്നു. ഓക്കെ, നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയാണ് അവർക്ക് ഇപ്പോൾ എന്നുള്ള രീതിയാണ്. ഭാവി അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഇന്ന രീതിയിൽ നിങ്ങളെ നോക്കണം, നിങ്ങൾക്ക് സപ്പോർട്ട് തരണം, നിങ്ങളെ സ്നേഹിക്കണം, അങ്ങനെയൊക്കെ നമ്മളുടെ ഒരു കുടുംബത്തിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ കുടുംബമായി ഒന്നിച്ച് ജീവിക്കുന്ന അവിടെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കില്ലേ, അതെല്ലാം അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. വലിയ പ്ലാനിങ് ഒക്കെയാണ്. അത് ചെയ്ത് തരണം, ഇത് ചെയ്ത് തരണം, നിങ്ങൾ അങ്ങനെ നോക്കണം, അങ്ങനെയെല്ലാം ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഒരു ലാസ്റ്റ് കാർഡ് നമുക്ക് എടുക്കാം. നൈറ്റ് ഓഫ് സ്വാർഡ്സ്. ഒരു സ്പീഡി ആക്ഷൻ നിങ്ങൾക്കായിട്ട് വേണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി ആലോചിച്ചിരിക്കണ്ട, ആലോചിച്ചൊരു പരുവായി. അപ്പോൾ ഇനി മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എന്ന് അവർ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇപ്പോൾ പ്രസൻറ്റ് സെറ്റാണ്. ഇനി ഫ്യൂച്ചറിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇനി ലാസ്റ്റായിട്ട് നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഭാവിയിൽ എന്താണ് എന്ന് കാണാം. അവരുടെ ഫീലിങ്സ് ഭാവിയിൽ എന്തായിരിക്കും നിങ്ങൾക്കായിട്ട്. ആ ക്യാൻഡിൽ അണഞ്ഞു പോയ ടെൻഷൻ അടിക്കേണ്ട, അത് മണി മാനിഫെസ്റ്റേഷൻ ചെയ്ത് കത്തിച്ച ക്യാൻഡിലാണ്.
അതാണഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അത് റീഡിങ്ങുമായിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ, അത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കത്തിച്ചതാണ് കേട്ടോ. അത് തീരാറായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞ്. അത് തന്നെ നോക്കിയിരിക്കും എല്ലാവരും. അയ്യോ അണഞ്ഞു പോയി റീഡിങ്ങിൻ്റെ ഇടയിൽ, അത് കുഴപ്പമില്ല കേട്ടോ. അത് അണഞ്ഞത് എനിക്ക് മാനിഫെസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാവിയിലുള്ള ഫീലിങ്സ് എന്തായിരിക്കും എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. ഫ്യൂച്ചറിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് അവരോടുള്ള ഫീലിങ്സ് എന്തായിരിക്കും. ഫ്യൂച്ചറിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് അവരോടുള്ള ഫീലിങ്സ് എന്തായിരിക്കും. ഫ്യൂച്ചറിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് അവരോടുള്ള ഫീലിങ്സ് എന്തായിരിക്കും എന്നൊന്ന് പറഞ്ഞു തരും. എടുക്കട്ടെ. 6 ഓഫ് കപ്സ് വീണായിരുന്നേ. 8 ഓഫ് പെൻഡക്കിൾസ്, സ്റ്റാർ, 5 ഓഫ് വാൻഡ്സ്, ശരി, Knight of Swords, Queen of Wands, Queen of Cups, Hierophant, Page of Pentacles, King of Wands, excellent, Magician, Temperance, bottom of the deck, Justice. Clarify Hierophant, please. Clarify Hierophant, clarify Hierophant. King of Cups, okay. Clarify 5 of Wands, clarify 5 of Wands, clarify 5 of Wands. King of Pentacles. ചെറിയ തടസ്സങ്ങൾ ചിലർക്കെങ്കിലും ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു കേസ് ബൈ കേസ് ആണെന്ന് അറിയാലോ. അവരവർക്ക് എങ്ങനെ റെസനേറ്റ് ആവുന്നോ അതുപോലെ എടുക്കുക കേട്ടോ. കൂടുതലായും ഇവിടെ കപ്പിൾസായിട്ടാണ് എനിക്ക് കണക്റ്റ് ആവുന്നത്. ഓക്കെ, നിങ്ങളുടേത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. മുന്നോട്ടും അതുപോലെ നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഭാവിയിലും നിങ്ങൾ ഓർമ്മകൾ സൃഷ്ടിച്ചെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് പരസ്പരം കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വളരെയധികം എഫേർട്ട്സ് ഇടാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇത് കാരണം ഈ റിലേഷൻ ഒരറ്റം എത്തിക്കണമല്ലോ, അനിശ്ചിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്യുമെന്ന് തന്നെയാണ്. ഇനാക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു ആക്റ്റീവായിട്ട് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് തന്നെ തുടരും. അവിടെ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊന്നും കാണുന്നില്ല. ചിലർക്കെങ്കിലും കരിയർ, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെയുള്ള ചില ലൂപ്പുകളിൽപ്പെട്ട് ചെറിയൊരു ഡിലേ വരാൻ സാധ്യതയുണ്ട് ചിലർക്കെങ്കിലും കേട്ടോ. കൂടുതലായിട്ടും എനിക്ക് ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, കുടുംബത്തോടുള്ള റെസ്പോൺസിബിലിറ്റി അങ്ങനെയൊക്കെയാണ് എനിക്ക് കാണുന്നത്. ഇവരുടെ വീട്ടിലെ മൂത്ത മകനോ മകളോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ആ കുടുംബത്തിൻ്റെ രക്ഷ ഇവരുടെ ചുമലിലാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കാരണം ഒരു ഡിലേ വരുന്നതായിട്ട് ചിലർ അതിന് വേണ്ടി ഇച്ചിരി വെയിറ്റ് ചെയ്തിരിക്കാൻ നിങ്ങളോട് പറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്തെന്നായാലും നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്താൻ തന്നെയാണ് അവരുടെ ആഗ്രഹം. അത് തന്നെ അവർ ചെയ്യുകയും ചെയ്യും. ഇവിടെ നമുക്ക് 2 സെറ്റ് കാർഡ്സ്, കിങ് ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ്, ഇത്രയും വന്നിരിക്കുന്ന അവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിൽ ഒരു വിവാഹം പോസിബിൾ ആണ്. നിങ്ങളെ ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് ഭാവിയിലും നിങ്ങളുടെ പേഴ്സൺ മുന്നിൽ കാണുന്നത്. ഇമോഷണലിയും ഫിസിക്കലിയും നിങ്ങൾ കണക്റ്റഡ് ആവുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും തരുന്നതായിട്ടും കാണുന്നു. ചില ശതമാനം ആൾക്കാർ അവർ മാരീഡാണ്. ഓക്കെ, മാരീഡ് ആയതുകൊണ്ടും അവിടെ റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട്, എസ്പെഷ്യലി കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആണെങ്കിൽ അവിടെ അങ്ങനെ ഒരു സിനാറിയോയിൽ അവർ ഒരു എന്താ പറയുക, ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് ഇടയ്ക്കെങ്കിലും മാറിപ്പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്സിൻ്റെ എനർജി എന്താണ്? സ്നേഹം ഉള്ളിലുണ്ട്, പക്ഷെ ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി, ജഗ്ലിങ്ങിലേക്ക് എത്തുന്ന പോലെ. 2 സിറ്റുവേഷനും ബാലൻസ് ചെയ്ത് മാത്രമേ
മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളെ ഉപേക്ഷിച്ച് കളയുമെന്നല്ല, പക്ഷെ ആ കുടുംബത്തിനെയും ഉപേക്ഷിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ രണ്ട് സൈഡും ഈക്വൽ ബാലൻസിൽ ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുമെന്നും കാണുന്നു കേട്ടോ. നിങ്ങൾ സിംഗിൾസാണ്, അവിടെ സെപ്പറേറ്റഡ് ആണ്, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അതായത് പ്രീവിയസ്ലി മാരീഡ് ആയിരുന്നു, ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് 100% കമ്മിറ്റ്മെൻറ്റ് തരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെന്നും കണക്റ്റഡ് ആയിരിക്കും, കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കും, കോണ്ടാക്റ്റ് ആയിരിക്കും, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ തുടർന്ന് പോകുന്നതായിട്ടും രണ്ടുപേരുടെയും സോഷ്യൽ മീഡിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നതായിട്ടും എല്ലാം തന്നെ കാണുന്നു കേട്ടോ. പരസ്പരം വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളുമാണ് നിങ്ങൾ എന്ന് കാണുന്നു. അതായത് തീരുമാനങ്ങൾ എടുക്കും മുന്നേ പരസ്പരം നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം ചോദിക്കാറുണ്ട്. അത് പ്രകാരമാണ് ഒന്നിച്ചൊരു തീരുമാനം എടുത്തിട്ടാണ് ഇപ്പോഴും നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളായിരിക്കുമെന്ന് കാണുന്നു. പരസ്പരം ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും പ്രാർത്ഥനകൾ ചെയ്യുന്നതായിട്ടും പരസ്പരം എന്നും ഉണ്ടായിരിക്കണം, കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പ്രാർത്ഥനകളും മാനിഫെസ്റ്റേഷൻസും എല്ലാം നിങ്ങൾ രണ്ടുപേരും തന്നെ ചെയ്യുന്നതായിട്ട് കാണുന്നു ഭാവിയിൽ. ഓക്കെ, സ്പിരിച്വലിയും നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഒരുപാട് റിലീജിയസ് വിസിറ്റ്സ് രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. ഓക്കെ, അമ്പലം, പള്ളി അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിങ്ങൾ ഒരുമിച്ച് മെമ്പർ ആയിരിക്കാം. അങ്ങനെയെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നല്ല ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുമെന്നും കാണുന്നു. ചിലരുടെയെങ്കിലും ലൈഫിൽ അവരുടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയിൽ നിന്നും ഒരു സെപ്പറേഷൻ നിങ്ങളുടെ പേഴ്സൺ ഫേസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരുമിച്ച് നിങ്ങൾ യാത്രകളിലൊക്കെ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. മൗണ്ടൻ ഉള്ള സ്ഥലങ്ങളിൽ, അതേപോലെ വാട്ടർ ബോഡീസ് ഉള്ള സ്ഥലങ്ങളിൽ, റിവർ, പുഴ, കടൽ, കായൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് യാത്രകളൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പരസ്പരം വളരെയധികം സ്നേഹിച്ച് മുന്നോട്ട് പോകും ഭാവിയിൽ എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. കാരണം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹിച്ചും കരുതലോടെയും അല്പസ്വല്പം പൊസസീവ്നെസ്സൊക്കെ കാണിച്ചും തന്നെ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കാണുന്നത്. ചിലരെങ്കിലും ജോഗ്രഫിക്കലി ഡിസ്റ്റൻ്റ് ആയിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ജോലി സംബന്ധമായിട്ടോ ഒക്കെ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകാനുള്ള സാധ്യതയും വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അവിടെയും നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കും. ലോങ് ഡിസ്റ്റൻസ് സ്നേഹമുള്ള അവിടെ ലോങ് ഡിസ്റ്റൻസ് ഒന്നും ഒരു വിഷയമല്ലല്ലോ, അല്ലേ? അങ്ങനെ ഓക്കെ. പലർക്കും ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു വിവാഹം, പ്രപ്പോസൽ എല്ലാം തന്നെ ലവ് പ്രപ്പോസലായിരിക്കാം, വിവാഹത്തിൻ്റെ പ്രപ്പോസലായിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഭാവിയിൽ വരുന്നതായിട്ടും കാണുന്നു. ഓക്കെ, എന്ത് തന്നെയായാലും പരസ്പര സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇത്രയും മതി അല്ലേ? ഇത് തന്നെ ഇപ്പോൾ വളരെ ലോങ് വീഡിയോ ആയി. അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ. ആക്ച്വലി നല്ല ഫീലിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ 222 എന്ന് എഴുതിയിട്ട് ക്ലെയിം ചെയ്യൂ കേട്ടോ. ക്ലെയിമിങ് ദിസ് എനർജി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി അല്ലേ? അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. വേണ്ടവർ തീർച്ചയായും കോണ്ടാക്ട് ചെയ്തോളൂ. വേറൊന്നുമില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആ ക്യാൻഡിൽ ഇതുവരെ അണഞ്ഞില്ല. ഓക്കെ, ബൈ.